സാറേ, ഈ വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ ആക്രമിക്കുകയാണ്. അത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് അവിടെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഈ വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിൽ ഹമാസിൻ്റെ ലീഡർ വിസാം ഖാസിം അദ്ദേഹം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാണ്. അതിൻ്റെ കൂടെ 2 പേരും കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഹമാസിൻ്റെ നേതാക്കന്മാർ. പ്രത്യേകിച്ച് വിസാം ഖാസിം എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ ഇസ്രായേൽ അങ്ങനെ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിൻ്റെ ഈ കാര്യം നമ്മൾ നിരന്തരമായ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അതിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട വളരെ സെറ്റ് ചെയ്തിട്ടാണ് അവർ യുദ്ധത്തിന് പോകുക. ഇനി അവർക്ക് ഹമാസിൻ്റെ ആവശ്യമില്ല അവിടെ. ഹമാസിനെ തീർക്കുക എന്നുള്ളതാണ്. ഹമാസിനെ തീർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഹമാസിനെ കൊണ്ടുവന്നവരല്ലേ ഇതിനെ. ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ഹമാസിൻ്റെ ആദ്യ രൂപം. ഇത് അന്ന സമയത്ത് പലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ അവരായിരുന്നു ഒഫീഷ്യലായിട്ട് ഉള്ള ഓർഗനൈസേഷൻ. മാത്രമല്ല അവർ കൂടുതൽ ഇന്തിഫാദ ഒക്കെ നടത്തിയിട്ട് ഭയങ്കര മിലിറ്റൻ്റ് കൂടിയായിരുന്നു. ആ സമയത്ത് അവർക്കുള്ള സ്വീകാര്യത കുറച്ചിട്ട് അവരെ ഉള്ളിൽ നിന്ന് പാല വെച്ചിട്ട് അവരുടെ അനുയായികളായ ആളുകളെയും കൂടി പിന്നെ എന്താണ് ആകർഷിക്കാൻ പറ്റിയ, എന്നാൽ ഇസ്രായേലിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷനെ മൊസാദ് ഉണ്ടാക്കിയതാണ്. താലിബാൻ അമേരിക്ക ഉണ്ടാക്കിയതുപോലെ. അപ്പം അത് ഓസ്ലോ കരാർ വന്നതോടുകൂടി വന്ന സമയത്ത് എല്ലാം ലോകം ഒന്ന് ആശ്വസിച്ചായിരുന്നു, ഈ പണ്ടാരത്തിന് തൽക്കാലം തീരും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഓസ്ലോ കരാറിനെ എതിർത്ത ആളുകൾ ഒരു വിഭാഗം എന്ന് വെച്ചാൽ ജൂത തീവ്രവാദികളായിരുന്നു, സിയോണിസ്റ്റുകൾ തന്നെയുള്ള അതിതീവ്രവാദികൾ. ഇഷാഖ് റബീനെ കൊല്ലുന്നത് അന്നത്തെ പ്രൈം മിനിസ്റ്ററാണ്. അന്ന് നോബൽ സമ്മാനം കിട്ടിയത് ഇഷാഖ് പ്രസിഡന്റ് പിന്നെ ഷിമോൺ പെരസിനും അദ്ദേഹത്തിന് അനുയായി അരാഫത്തിനും ഇദ്ദേഹത്തിനും കൂടിയാണ്. അപ്പോൾ ഇഷാഖ് റബീനെ കൊല്ലുന്നത് അവിടുത്തെ തീവ്രവാദികളാണ്. ഈ കരാറിനെ എതിർത്തത് ഓസ്ലോ കരാർ ലോകം അന്ന് സമാധാനമായി എന്ന് ലോകം വിചാരിക്കുമ്പോൾ അതിനെ എതിർത്തത് ഹമാസാണ്. അങ്ങനെയാണ് ഹമാസിനെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കരാർ വരുമ്പോൾ അതിനെ താക്കാൻ വേണ്ടി മൊസാദിലെ അതിതീവ്രവാദികളായ ഈ പറയുന്ന സിയോണിസ്റ്റുകൾ ഉണ്ടാക്കിയ ഓർഗനൈസേഷനാണ്. അവരതിൽ വളരെ ഫ്രൂട്ട്ഫുള്ളായിരുന്നു. അവിടുന്ന് ഒരു പ്രോഗ്രസീവ് സ്വഭാവമുള്ള ഓർഗനൈസേഷൻ ആയിരുന്നല്ലോ പലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ. അതിനെ പാരവെച്ച് ഇവരുടെ ഭൂരിപക്ഷം ആളുകൾ ഗസേനെ മൊത്തം അവർ പിടിച്ചു. മാത്രമല്ല വെസ്റ്റ് ബാങ്കിൽ ഇലക്ഷനിൽ അവർ മുൻതൂക്കം നേടുകയുണ്ടായി. അപ്പോൾ ആ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സെക്കുലർ സ്പേസിൽ നിന്ന് ഇതൊരു ഇസ്ലാമിസ്റ്റ് കമ്മ്യൂണൽ സ്പേസിലേക്ക് പലസ്തീൻ മാറി എന്നുള്ളതാണ്. അങ്ങനെ മാറിയ സമയത്ത് എന്ത് ഇപ്പോൾ ഗസയിലെ ഈ പറയുന്ന ഹമാസിനെ ആക്രമിക്കുമ്പോൾ നമ്മളാരും അതിനെ നമ്മളാരും പ്രതിഷേധിക്കുന്നില്ലല്ലോ. ഞാൻ പ്രതിഷേധിച്ചിട്ടില്ല. ഞാൻ ഗസയിലെ ജനങ്ങളെ ആക്രമിക്കുന്നത് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഹമാസിനെ ആക്രമിക്കുന്നത് എനിക്ക് പ്രശ്നമാണ്. ഹമാസ് തോന്നിയാസം കാണിച്ചിട്ടാണ്. അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇവർ ജൂതരാജ്യമാണ് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത്. അത് അവിടെ മാത്രം നിൽക്കുന്നുമില്ല. ഇസ്ലാമിക് ബ്രദർഹുഡ് വഴി എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അതെല്ലാം കൂടി കൂട്ടി ഒരു രാജ്യമാക്കുക എന്നുള്ള വലിയ വിശാലമായ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ അജണ്ടയുടെ ഭാഗമാണ് അവർ. അപ്പം അങ്ങനെ പലസ്തീനിലെ ജനങ്ങൾ കിട്ടുന്ന പിന്തുണ കുറയ്ക്കണം. അവിടെ ഉള്ളിൽ തന്നെ ഒരുപാട് അന്തഃഛിദ്രങ്ങൾ ഇതിനെ പുറത്തുണ്ടാക്കണം. ഇതിനു വേണ്ടി മൊസാദ് ഉണ്ടാക്കിയ ഓർഗനൈസേഷനാണത്. ഇപ്പോൾ അവരാ ജോലി നന്നായി ചെയ്തു. ഇനി അവരാവശ്യമില്ല അവർക്ക്. കാരണം അവർ ഈ ചെകുത്താൻ കയ്യിൽ നിന്ന് വിട്ടപ്പോൾ കുറച്ചൊക്കെ അവർ ഇൻഡിപെൻഡൻ്റ് ആയി. അവരുടെ കോഴ്സിൽ കൂടുതൽ വിശ്വസിച്ച് തുടങ്ങി. ഇസ്ലാമിക രാജ്യം ഇസ്രായേലിനെ പുറത്താക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു? ഇനി അവരാവശ്യമില്ല. ഇനി അവരെ ഇല്ലാതാക്കണം. ഇനി അവരില്ലാതാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ രക്തസാക്ഷികളായി മാറുമ്പോൾ ആ ഓർമ്മകളിൽ നിന്ന് കൂടുതൽ മിലിറ്റൻ്റ് ആയിട്ടുള്ള വിഭാഗങ്ങളുണ്ടാവും. ഈ മിലിറ്റൻ്റ് ആയിട്ടുള്ള വിഭാഗങ്ങളെ അവർ കാണിക്കുന്ന തോന്നിയാസങ്ങൾ വഴി ഇസ്രായേലിന് കൂടുതലും അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും. കാരണം ഇവർക്ക് ഇസ്രായേലായിട്ട് ബന്ധമുണ്ട്, സിറിയയായിട്ട് ബന്ധമുണ്ട്, ലെബനനായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇസ്രായേലിനെതിരെ ചെറിയ അക്രമം നടക്കുമ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ നിരന്തരം അതിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യപ്പെടുകയും അത് വിശാല ഇസ്രായേലിൻ്റെ ഒരു ഫൗണ്ടേഷൻ കീ സ്റ്റോൺ ഇടുന്നതിന് കാരണമാവുകയും ചെയ്യും. ആണിക്കല്ല് നാട്ടാൻ കാരണമാവും. ഇതാണ് ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അജണ്ട. അതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഇതാണ്. കാരണം ഇസ്രായേൽ ആളുകൾ ഒന്നടങ്കം ഹമാസ് ഇസ്രായേലിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള തോന്നിയാസത്തിനെതിരായി ആൻറ്റി പലസ്തീൻ വികാരത്തിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യമാണ് നൗ ഓർ നെവർ എന്നുള്ളതാണ്. ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി അടുത്ത ഒരു 50 വർഷത്തേക്കുള്ള അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്ലാൻ. അതുകൊണ്ടാണ് ഇവന്മാരെ വേട്ടയാടി കൊന്നുകൊണ്ടിരിക്കുന്നത്. സിൻവാറിനെ അവർ കൊണ്ടു.
സിൻബാ അതുകൊണ്ട് പുറത്തിറങ്ങുന്നില്ലല്ലോ. സിൻബാ എവിടെ ഉണ്ടെന്നൊക്കെ അറിയാം. അതിന് വേണ്ടാത്തതുകൊണ്ടാ ഇവന്മാരൊന്നും അവിടെ പൊട്ടിച്ച് നോക്കട്ടെ. അന്നപ്പോൾ ആളുകളെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ഇവനെ കൊല്ലും. ഇതുവരെ സിനിമ ധീര ദേശാവിന് മറ്റേ ഭാഗത്ത് ഇപ്പോൾ ഇയാൾ പിന്നെ സമാധാനത്തിന് വേണ്ടി യാചിക്കുകയാണല്ലോ, കൊല്ലല്ലേ എന്ന് അവിടെയുള്ള പാവപ്പെട്ട കുട്ടികളൊക്കെ ഇന്ന് അതിൻ്റെയൊക്കെ കയ്യിലിരിപ്പാണ്. കാരണം മരിച്ചതിന് അവർക്ക് പ്രശ്നമില്ല, മരിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നമില്ല. അവിടെ ഈ ജൂതന്മാരെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, കണ്ണി ചോല ശൈലോക്കുമാരാണ്. അപ്പോൾ ഈ സിയോണിസ്റ്റുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ്, കോൾഡ് ബ്ലഡഡാണ്. അവരങ്ങനെയാണ്. കാരണം അവർ ചരിത്രത്തിലുടനീളം പരസ്പരം അടിച്ചും മറ്റുള്ളവരെ അടി കൊണ്ടും വന്ന ആളുകളാണ്. അവരങ്ങനെ ആയിപ്പോയതാണ്. അവരെന്ത് ചെയ്യും? വലിയ ചരിത്രം അവർക്കുണ്ട്. വലിയ ചരിത്രമുണ്ട്. വലിയ ചരിത്രം, എഴുതപ്പെട്ട ചരിത്രം അവർക്കുണ്ട്. വലിയ എഴുതപ്പെട്ട ചരിത്രം, രേഖകളുള്ള ചരിത്രം. രേഖകളുള്ള ചരിത്രമുണ്ട് അവർക്ക്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1200 BC നമ്മൾ മോസസിൻ്റെ ചരിത്രത്തിന് എടുക്കുകയാണെങ്കിൽ ഒരു 3500 വർഷത്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കൃത്യമായ ചരിത്രം അവർക്കുണ്ട്. പലതവണ വീണ് പോയിട്ടുള്ള ജനത അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും അവർ എപ്പോഴും ഇങ്ങനെ. അവരൊരു മിഷനാണ്. ഇതിപ്പോൾ ദൈവം അവർക്ക് നാട് കൊടുത്തോ അല്ലെന്ന് അത് അവരുടെ വിശ്വാസമാണ്. ഇത് പക്ഷെ അവരത് മിഷനായിരുന്നു. അവർ ഈ പറഞ്ഞ ബാബിലോണിയിൽ നിന്ന്, അന്നത്തെ ഏറ്റവും വലിയ സിവിലൈസേഷനാണ്. ബാബിലോണിയ ഉരവുന്ന സ്ഥലത്ത് നിന്ന് എബ്രഹാം അങ്ങോട്ട് പോകുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ജനത ഉണ്ടാക്കുകയാണ്. അവിടെ ഈ പറയുന്ന അലക്സ പള്ളിയുടെ അവിടെയാണ്, അതിൻ്റെ അടിയിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഭൂമി ഈ പ്രപഞ്ചം ഉണ്ടാക്കപ്പെട്ടതെന്നാണ് വിശ്വാസം. അവിടെയാണ് എബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ മകനെ, ക്രിസ്ത്യാനികളുടെ ചരിത്രം അനുസരിച്ച് അല്ലെങ്കിൽ ജൂതമായ ഇസ്ഹാക്ക്, മുസ്ലിങ്ങളുടെ ചരിത്രം പിന്നെ ഇസ്മായിൽ എന്ത് ചെയ്യുന്നത്, ബലി അർപ്പിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അവസാനം ദൈവം ഇടപെട്ട് വേണ്ടാന്ന് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ ഒരു വലിയൊരു മിഷനായിരുന്നു. അവരുടെ ദൈവത്തിന് പൂർണ്ണമായിട്ടും കീഴ്പ്പെട്ടുകൊണ്ട് പിന്നെ എബ്രഹാം ഒരു മിഷൻ ഏറ്റെടുക്കുകയായിരുന്നു. ആ മിഷൻ അവരുടെ ദൈവത്തിന് വേണ്ടിയാണെങ്കിലും അല്ലെങ്കിലും ജൂതന്മാർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ മിഷൻ്റെ അവരുടെ കേന്ദ്രമാണ് ഏത് ഈ പറഞ്ഞിട്ടുള്ള ഇസ്രായേൽ, ജെറൂസലേം. അതിൻ്റെ ആ മിഷൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ മനുഷ്യനെ പറ്റിയിട്ട് നമ്മളിപ്പം ചരിത്രകാരൻ, ഞങ്ങൾ ഈ ചരിത്ര വിദ്യാർത്ഥികളെ വളരെ സീരിയസ് ആയി വായിക്കുന്നത്, അതാണ് എൻ്റെ കേജ് അദ്ദേഹത്തിനുള്ളൂ. പിന്നെ ഹിസ്റ്റോറിയനുണ്ട് ഹരീരി, നമ്മളെ ഇസ്രായേൽ ജൂത യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്. വളരെ സെക്കുലറാണ്, വളരെ സെക്കുലറായിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ്, മനുഷ്യൻ വലിയ വലിയ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന കഥകളിലൂടെയാണ്, കഥകൾ ഉണ്ടാക്കിയാണ്. ആ കഥകളാണ് മനുഷ്യനെ ഒരു വംശം, ഒരു ഭാഷ, ഒരു ദേശം, അങ്ങനെ ഒരു കഥയാണ് ഈ കഥ. ഈ കഥ പക്ഷേ അവരുടെ എന്താ പറയുക, അവരുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനമായി ഈ കഥയെ അവരെടുത്തു, ആ പ്രദേശത്തെ എടുത്തു. ഗിഫ്റ്റഡ് പീപ്പിൾ എന്ന് അവർ സ്വയം കരുതുന്നു. അപ്പോൾ അത് നിരന്തരം അവരെവിടെയൊക്കെ പോയാലും അവർ ഈ കഥകൾ ഇങ്ങനെ ഒരു തലമുറ മറ്റു തലമുറയെ കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കഥകളുണ്ടെങ്കിലും ആളുകൾ പരസ്പരം അടിച്ച് പിരിയാം. യൂതന്മാർ അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർ കുറച്ച് ആളുകളായതുകൊണ്ട്, ഇവർ മറ്റു ആളുകളെ കൂട്ടാത്തതുകൊണ്ടോ ഈ കഥകൾ ഇൻറ്റൻസിറ്റി കൂടുതലാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു സ്കെയില് വളരെ കൂടുതലാണ്. മാത്രമല്ല ഈ കഥകളിലൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഈ കഥകളാണ് അവർക്കെല്ലാം ഇന്ന് കാണുന്ന എല്ലാ ഐശ്വര്യങ്ങളും നൽകിയത്. ഈ കഥകൾ തന്നെയാണ് എല്ലാ ദുരന്തങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയത്. അപ്പോൾ എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഫോർമിഡബിൾ ഫോഴ്സ് ആവാൻ അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഇനി അറബ് രാജ്യങ്ങളെല്ലാം തന്നെ ഏതാണ്ട് കീഴടങ്ങിയ അവസ്ഥയാണ്. അവർക്ക് വിശാല ഇസ്രായേൽ ഉണ്ടാക്കും. അത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഇടത്തടവില്ലാത്ത അക്രമവും വിശ്രമമില്ലാത്ത വേട്ടയാടൽ. അതിൻ്റെ അവസാനം നിങ്ങൾ കേൾക്കുന്ന ഭാഷ കേൾക്കാൻ പോകുന്നത് അവരുടെ ചീഫിനെയും കൂടി ഇവർ പിടിച്ച് തട്ടിയെന്നായിരിക്കും. അല്ലെങ്കിൽ അമേരിക്കറ്റാൻ വന്ന് തൽക്കാലം ഒരു നോ പറയണം, വെടിനിർത്തൽ, കത്തി താഴെടാന്ന് പറയണം. അതാകുമ്പോൾ അമേരിക്ക പറയുമെന്ന് അറിയില്ല.